പോലീസിനെതിരെ നായിന്റെ മോനെ പ്രയോഗവുമായി KSU. വടക്കാഞ്ചേരിയിൽ നടന്ന പ്രതിഷേധ മാർച്ചിലാണ് പോലീസിനെ KSU പ്രവർത്തകർ രൂക്ഷമായി വിമർശിച്ചത്. SHO ഷാജഹാൻ എന്ന് കാക്കി ഊരുന്നുവോ അന്ന് പണി തരാമെന്ന് KSU പ്രവർത്തകൻ ഗോകുൽ ഗുരുവായൂർ പറഞ്ഞു. ഈ സാധാരണയോട് സ്നേഹത്തോടുകൂടി കാര്യം പറയുന്നത് ഒന്നുമൂന്ന് സാധാരണ നായിന്റെ സാധാരണ നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി നിന്റെ ഉമ്മാനും ഭാര്യയും കുട്ടിയുമുണ്ട്. നിന്റെ ഉമ്മാടെ ഇന്ന് നിനക്ക് നിന്റെ ഉമ്മയുടെ തലമുറയുടെ ഭക്ഷണം കഴിക്കാം. സ്നേഹത്തിലുള്ള ഏറ്റുവാണോ വാത്സല്യത്തോട് നിന്റെ ഉമ്മാടെ അനുഭവിക്കാം. നിന്റെ ഭാര്യയോട് ജീവിക്കാം. നിനക്ക് നിന്റെ കുട്ടികളാണ് നമുക്കറിയാത്തല്ല. അതിലേക്ക് പ്രയോജനങ്ങളുടെ മാനുകളുടെ നിന്റെ കുട്ടികൾക്ക് വേണ്ടുവാണ് നിന്റെ ശ്രമിക്കാം. നീ എന്തെങ്കിലും ആത്മാർത്ഥം കഴിഞ്ഞു വായിന്റെ മോന് ഒന്നിനോട് സേവാണ് നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിന്റെ കുട്ടികൾ നിന്റെ പത്താം സംഘടന ഈ ഭൂമിയുടെ ഏത് കോഴികളെ വായിച്ചാലും പിണറായി സമയം വായിച്ചാലും വീണ്ടും പറയുക നീ ആ കാട്ടി അന്ന് നിന്റെ മയ്യത്ത് പറഞ്ഞ് പൂക്കൾ അർപ്പിച്ചിരിക്കും. ഒരു സംശയമില്ല. സംസ്ഥാനത്ത് നിങ്ങൾ പോലീസ് അയ്യായിരം അതുകൊണ്ട് ഒരു വാസിന്റെ എന്നാൽ ഈ തങ്ങളുടെ പോലീസ് ആ പോലീസിനും ഈ പറയുന്ന ജില്ലയിലേക്ക് നിങ്ങൾക്ക് പോലീസിനെ കൊണ്ടുപോകാൻ പറ്റിയ നിന്റെ ജില്ലയിലെ 33 പോലീസ് ഉണ്ടല്ലോ. ആ 33 പോലീസിനും ഈ പറയുന്ന രീതിയിലേക്ക് ഇവിടെ പോലീസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു സ്റ്റേഷനിലേക്ക് മാർച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മലപ്പുറം സ്പെഷ്യൽ പോലീസെന്നും മറ്റു പോലീസ് സ്റ്റേഷനുകളിലെല്ലാം പോലീസിനെ കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങനെ പേടിപ്പിക്കാതെ വരെ വിചാരമുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പറയുന്ന 80ഓളം വരുന്ന ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പറയുന്ന 13ഓളം നിയോജകമണ്ഡല കമ്മിറ്റിയുടെ മാർച്ച് നടത്തി കഴിഞ്ഞാൽ പൊന്നുമോൻ ഷാജഹാൻ നിന്റെ കൂടെ ആകെ 33 പോലീസ് ഉണ്ടാവുള്ളൂ. ആ 33 പോലീസ് നേരിടാൻ ഞങ്ങളുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി തന്നെ ധാരാളം. എന്തിന് വ്യാസയിലെ യൂണിറ്റ് കമ്മിറ്റി മതിയോ നിന്നൊക്കെ തല്ലാൻ? ഇത് ഞങ്ങൾ വന്നത് എന്തിനാന്ന് നിനക്ക് അറിയാലോ. ഇന്നലെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടുണ്ട്. നിന്നെ കാണാൻ തന്നെയാണ് അതിന്റെ മോനെ വന്നിട്ടുള്ളത്. അതിലൊരു സംശയം വേണ്ട. ഇതിന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞോ എന്ത് പൊളിറ്റിക്കൽ കറക്റ്റ്സ് ആയാലും ശരി ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇവിടെ ഞങ്ങൾ വേദി ഒരുക്കുന്നില്ല. അവനെ തെരുവിൽ നേരിടുക തന്നെ ചെയ്യും. എന്നാണ് അതിന്റെ മോൻ കാക്കി ഇറങ്ങി കാക്കി നിന്ന് ഊരി ഈ കാക്കിയാണല്ലോ അവന് സംരക്ഷണം കൊടുക്കുന്നത്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളാണല്ലോ ചാർത്താൻ പോകുന്നത്. എന്ന് മോനെ നീ ആ കാക്കിന്ന് ഊരിന്ന് ഇറങ്ങിയെന്നോ അന്ന് നിന്റെ അവസാനമാണ്. അത് നീ ഓർത്തു വെച്ചോ. അത് ജില്ലാ KSU കമ്മിറ്റി പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ പറയട്ടെ. നിനക്ക് സംശയം നീ ഗൂഗിളൊക്കെ അടിച്ചു നോക്കിയാൽ എന്താണ് KSUയുടെ ഏർപ്പാടെന്ന് നിനക്കറിയാം. ഇതേപോലെ ഒരു പോലീസുകാരുണ്ടായിരുന്നു ലോ കോളേജിൽ ഞങ്ങളെ KSUകാർ അടിച്ചോ. അവന്റെ ഗതി എന്താണെന്നും ഇന്ന് അവൻ എന്തുകൊണ്ടാണ് ലീവിൽ പോയിട്ടില്ല എന്നും മക്കളെ അന്വേഷിക്കും. അപ്പൊ അറിയാം ജില്ലയിലെ KSU എങ്ങനെയാണ് പോലീസുകാരെ നേരിടുക എന്നുള്ളത്. ഞങ്ങൾ നിങ്ങളോട് മാന്യമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ചെറ്റകളായതുകൊണ്ടല്ല. എല്ലാവരും ചെറ്റകളല്ല. വളരെ മാന്യമായ രീതിയിൽ പോലീസിന്റെ പ്രവർത്തനം നടത്തുന്ന കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കൃത്യനിർവഹണം നടത്തുന്ന പോലീസുകാരുണ്ട് ജില്ലക്കകത്ത്.
അവരെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഷാജഹാനെ പോലുള്ള ചെച്ചകൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളെ കണ്ടല്ലോ. കുന്നംകുളത്ത് VK സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ വളരെ ദയനീയമായ രീതിയിൽ പോലീസ് രാജ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി മൃഗീയമായി തല്ലിച്ചതച്ച് ഹോസ്പിറ്റലിലേക്ക് കടത്തിവിട്ട രംഗങ്ങൾ കഴിഞ്ഞ ദിവസം CCTV മൂലം നമ്മൾ കണ്ടതാണ്. ഇതേ കേസ് നടക്കുമ്പോ അന്നത്തെ SHO ആരായിരുന്നു? നിങ്ങൾ പലരും അന്വേഷിച്ചിട്ടാവില്ല, പക്ഷെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അതാണ് അവർക്ക് അയച്ചുകാരുടെ ഇത്ര ദേഷ്യം. ഞാനാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അന്നത്തെ SHO ഈ നായിന്റെ മോൻ ഷാജഹാൻ തന്നെയായിരുന്നു. ആ ഷാജഹാനെതിരെയാണ് ഞങ്ങൾ ഈ സമരം നടത്തിയത്. ഈ ഗണേശന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും ഇന്നലെ ഈ തീവ്രവാദികളെ പോലെ ഈ ഗണേശ് എന്ന് പറയുന്ന ഒസാമ ബിൻ ലാദനോ അല്ലെങ്കിൽ മറ്റേ പിടികിട്ടാ പുള്ളിയായിട്ടുള്ള ഭീകരവാദികളൊന്നും വീരപ്പനൊന്നുമല്ല. കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. വ്യാസ കോളേജിലെ 3rd year ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഈ പറയുന്ന ബാക്കിയുള്ളവരെല്ലാം വിദ്യാർത്ഥികളാണ്. ഒരു വിദ്യാർത്ഥി പ്രതിനിധിയെ അല്ലെങ്കിൽ പോട്ടെ, വിദ്യാർത്ഥി പ്രതിനിധി KSUക്കാർ എന്നുള്ള പരിഗണന വേണ്ട. ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള കുട്ടികളെ 18ഉം 21 വയസ്സായിട്ടുള്ള 3 കുട്ടികളെ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഷാജഹാനെ നീ ഒരു കാര്യം ചെയ്തോ, നീ ഒരു ഫുൾ മീറ്റർ ബ്ലാക്ക് തുണി മേടിച്ചോ. ഈ ജില്ലയിലെ KSUക്കാരൊക്കെ നിനക്ക് സമരത്തിന് ഇറങ്ങും. ഈ ജില്ലയിലെ KSUക്കാരൊക്കെ നീ വേണമെങ്കിൽ ഒരു കാര്യം, സീതാറാം കോട്ടമില്ല് പോയിട്ട് നീ അതിന്റെ വലിയ മീറ്ററിൽ അത് നീ ഓർഡർ കൊടുത്തോ. ഇനി നിനക്ക് തികയാതെ വരും. ഗോകുല പറയണേ, നീ അത് ഓർഡർ ചെയ്ത് എത്രയെന്ന് വെച്ച് വരുത്തിക്കോ. നിനക്കത് തികയാത്ത രീതിയിൽ നിന്റെ കുടുംബത്ത് പോയാലും പോനെ നിന്നെ ഞങ്ങൾ വിടുന്നു വിചാരിക്കണ്ട. ഒരു കാരണം വെച്ചാൽ നിന്നെ ഞങ്ങൾ വിടുന്നു വിചാരിക്കണ്ട. അത് നീ ഓർത്തു വെച്ചോ. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധ സമരത്തിൽ ഗോകുൽ ഗുരുവായൂരിനെ പോലീസ് മർദ്ദിച്ചിരുന്നു. കാലിൽ പ്ലാസ്റ്റർ ഇട്ട ഗോകുൽ മുടന്തിയാണ് സമരത്തിലേക്ക് ഇറങ്ങി വന്നത്. അതെ, സൗമ്യമുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേ? ആ ബ്രോക്കർ ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നു. അവളുടെ ആ കല്യാണത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിരുന്നു. അതെങ്ങനെ? റിച്ച് വാലി ടൂറിസിൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതാണ്. ആഹാ, ഞാൻ മനസ്സിൽ കണ്ടു, നിങ്ങൾ മാനത്ത് കണ്ടു അല്ലേ? ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകാൻ ഞങ്ങളുണ്ട്. ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ സമ്പാദ്യം. റിച്ച് വാലി ടൂറിസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, പേർഷ്യൻ ടവേഴ്സ്, പുളിയോരം, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 048720808556. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.